ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട 10 പേർക്ക് പരിക്ക്. 4 സ്ത്രീകളെ ബോധരഹിതരായതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രയാഗ്രാജിലേക്ക് പോകാൻ ട്രെയിൻ കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അർജുൻ പീതാംബരനോട് വിശദാംശങ്ങളുമായി. അർജുൻ, പരിക്ക് ഗുരുതരമാണോ? 4 സ്ത്രീകൾ ബോധരഹിതരായി എന്നും അറിയുന്നു. വിശദാംശങ്ങൾ. ഗുരുതരമല്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. കുറച്ചു നേരം മുൻപാണ് പ്രയാഗ്രാജിലേക്ക് പോകുന്ന 2 ട്രെയിനുകൾ, വൈകി ഓടുന്ന 2 ട്രെയിനുകൾ ഡൽഹി ജംഗ്ഷന്റെ, അതായത് ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ 13ാമത്തെയും 14ാമത്തെയും പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്നത്. അവിടെ ഈ ട്രെയിനുകളിൽ കയറാൻ ഒരുപാട് ആളുകൾ കൂടി നിരുന്നു. ഈ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ തിരക്കുണ്ടാവുന്ന സ്ഥലമാണ്. അവിടെ ഈ 2 ട്രെയിനുകളിൽ കയറാൻ ആളുകൾ കൂടുതൽ അവിടേക്ക് എത്തിയിരുന്നു. ഈ ട്രെയിനുകൾ എത്തിയോടെ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിയിരുന്നു ട്രെയിനിൽ കയറാൻ. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. 10 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൽ 4 സ്ത്രീകൾ അവർ പ്ലാറ്റ്ഫോമിൽ ബോധരഹിതരായി വീണു. ആ ബോധരഹിതരായി വീണ ഉടനെ തന്നെ അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. ഈ 10 പേരെയും, പരിക്കേറ്റ 10 പേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മറ്റ് രക്ഷാപ്രവർത്തനങ്ങളടക്കം തുടരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ 4 സംഘങ്ങൾ, 4 അഗ്നിശമന സേനാ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. മറ്റ് രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കാൻ വേണ്ടിയിട്ടും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടേക്ക് എത്തുമെന്നതാണ്. നിലവിൽ 4 സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന തീർത്ഥാടകരുടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമാണ് ഉണ്ടായത്. പ്രയാഗ്രാജിലേക്കുള്ള 2 ട്രെയിനുകൾ വരുന്നു. അതും 13ാമത്തെയും 14ാമത്തെയും പ്ലാറ്റ്ഫോമുകൾ. അവിടെയാണ് ഇത്രയും വലിയൊരു തിക്കും തിരക്കും ഉണ്ടായി ഈ അപകടം ഉണ്ടാവുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നതാണ് റെയിൽവേ അതോറിറ്റിയും അതുപോലെ നിലവിലുള്ള അധികാരികളും അറിയിച്ചിരിക്കുന്നത്. ശരി, നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളത് തന്നെയുള്ള നല്ലൊരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. അർജുൻ, ഈ 10 പേർ, തിക്കിലും തിരക്കിലും പെട്ട 10 പേർക്ക് പരിക്കുണ്ട്. അതിൽ 4 സ്ത്രീകൾ എന്നുള്ളതാണോ, അതോ ആകെ 14 പേർ പരിക്കേറ്റു എന്നുള്ളതാണോ മനസ്സിലാവുന്നത്? അല്ല, ആകെ 10 പേർക്ക് പരിക്കേറ്റു. അതിൽ തന്നെ 4 സ്ത്രീകൾ ബോധരഹിതരായി വീഴുകയായിരുന്നു പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 4 സ്ത്രീകൾ ഉൾപ്പെടെയാണ് 10 പേർ. ആ 10 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അത് പ്രശ്നമില്ലാതെ തുടരുന്നത് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ, അതായത് ഇനിയും ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഫയർഫോഴ്സ് എത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.